ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ഡെസേർട്ട് ആയിട്ടാണ് കേട്ടോ. വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വലുപ്പത്തിലുള്ള മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് കേട്ടോ അടിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളധികം നാരില്ലാത്ത മാങ്ങ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് നമുക്കിനി നല്ല പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചിട്ടെടുക്കണം. ഇതിലേക്ക് ഞാൻ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അത്യാവശ്യം നല്ല മധുരത്തിൽ തന്നെയുണ്ട് ഈ ഒരു മാങ്ങ, അതുകൊണ്ട് തന്നെ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ നാടൻ മാങ്ങയ്ക്കാണെന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ ഇത്തിരി നാരൊക്കെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അതൊന്ന് അടിച്ചിട്ട് എടുത്താലും മതിയാകുമേ. ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ അരക്കപ്പ് അളവിൽ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ 3 പീസ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എത്ര ഗ്ലാസ്സിനാണോ ആക്കുന്നത് ആ ഒരു അളവിൽ ബ്രെഡ് എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഗ്ലാസ് വെച്ചിട്ട് തന്നെ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു 3 ബ്രെഡും കൂടെ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് ഒരു ബ്രെഡിൻ്റെ പീസ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി അതൊന്ന് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങാപ്പാലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തേങ്ങാപ്പാലിലേക്ക് ഞാൻ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ പഞ്ചസാരയൊക്കെ അധികം മധുരമൊക്കെ വേണമെന്നുള്ളവർക്ക് ആ തേങ്ങാപ്പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ മാങ്ങ അടിച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതേപോലെ തന്നെ ബ്രെഡ് വെച്ച് കൊടുക്കുക, തേങ്ങാപ്പാൽ ഒഴിക്കുക, വീണ്ടും മാങ്ങയുടെ പേസ്റ്റും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇതേ രീതിയിൽ നമ്മൾ ഫില്ല് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലുള്ള ഒരു ഗ്ലാസ്സിലും കൂടെ ഞാൻ ഇതേ രീതിയിലൊന്ന് ഫില്ലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളിതിലേക്ക് എന്താണോ നട്ട്സ് കയ്യിലുള്ളത് അതൊന്ന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ബദാം ക്രഷ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പം ഇത് തണുപ്പിച്ചിട്ടൊക്കെ കഴിക്കണം എന്നുള്ളവർക്കാണെങ്കിൽ ഒരു അരമണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തതിന് ശേഷം കഴിക്കാനെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.